നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ ലക്ഷ്യം ശരവണനല്ല തങ്കച്ചി, ശരത്താണ്. അവനെ ഞാനൊരു പൂട്ടും സെൻട്രൽ ജയിലിലെ താഴിട്ട് ആ താഴ് ഞാൻ തുറക്കും. അതിനുള്ള താക്കോല് എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് എന്താ എടുത്ത് ഉപയോഗിക്കാത്തത്? കോടതിയിൽ ശരത്തിന് വേണ്ടി ഹാജരാവുന്നത് ചന്ദ്രയാണല്ലോ. വലിയ വക്കീലന്മാരൊന്നും കിട്ടിയില്ലേ? അതോ സഹായിക്കുന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളോ? ആക്ഷൻ ഒന്നും ഇല്ലേ? അതൊക്കെ സമയമാകുമ്പോ ഞാൻ പുറത്തെടുത്തോളാൻ വക്കീലേ. അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതി വേണ്ട. പിന്നെ താൻ ഈ കേസിന്റെ പുറകെ ചുറ്റിത്തിരിയുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് നന്നായി അറിയാം. കാമുകിയെ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരവും പഴക്കാൻ പാടില്ലല്ലോ അല്ലേ? തങ്കച്ചിയെ പോലൊരു ക്രിമിനലിനെ സഹായിക്കല്ലോ ഞാൻ ചെയ്യുന്നത്. അയക്കോ, എന്ത് വേണമെങ്കിലും അയക്കോ. പക്ഷെ മനസ്സിൽ കൂട്ടുന്ന കണക്കുകളൊന്നും ശരിയാവണമെന്നില്ല. ഇത് തന്നെ എനിക്ക് തങ്കച്ചിയോടും പറയാനുള്ളത്. എല്ലാം തെറ്റും, ഇന്നല്ലെങ്കിൽ നാളെ. എന്തൊക്കെയാ മാമ ഇന്നത്തെ സ്പെഷ്യല്? എത്ര നാളായി മമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കി എന്തെങ്കിലും കഴിച്ചിട്ട്? അത് നീ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ. ഇങ്ങോട്ട് വരണ്ട. നീ താമസിക്കുന്നിടത്തേക്ക് എന്നെ വിളിക്കാറുന്നില്ലേ? ഇതുവരെ നീ അത് ചെയ്തില്ലല്ലോ. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് മാമ. അതൊന്നും ഇപ്പൊ പറഞ്ഞ മമ്മയ്ക്ക് മനസ്സിലാവില്ല. നീ ഒരു പെണ്ണ് കേട്ട്. ബെസ്റ്റ്. അതൊന്നും ഇനി ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരു കുടുംബജീവിതമൊന്നും ഞാനിപ്പോ സ്വപ്നം കാണുന്നില്ല. എന്നെ കൊണ്ടതിന് കഴിയില്ല. അപ്പോ അക്ഷരയായാലും ആരായാലും ശ്രുതിമോൾ ആഗ്രഹിച്ചാലോ? ആഗ്രഹിക്കില്ല. ആഗ്രഹിച്ചാലും നടക്കില്ല. ഞാനൊരു അമ്മയല്ലേ, എനിക്കും ഉണ്ടാവില്ലേ കുറെ മോഹങ്ങള്? നമ്മുടെ എല്ലാ മോഹങ്ങളും നടക്കാറില്ലല്ലോ. കുറെ നടക്കും, കുറെ നടക്കത്തില്ല. അതൊക്കെയല്ലേ മമ്മ ജീവിതം. ഒരു കാര്യം ചെയ്യ്, മമ്മ ഇങ്ങോട്ട് മാറിക്കേ. ഇന്ന് ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാം. അപ്പോ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട്? അത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലോ, പലവട്ടം. ഇന്ന് ഞാൻ ഉണ്ടാക്കും. അങ്കിള് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കട്ടെ. അയ്യോ, ദേഷ്യപ്പെടും. അറിയാതിരുന്നാ പോരെ? ശരി, എന്നാ ഞാൻ മാറിത്തരാം. നീ ഉണ്ടാക്ക. അല്ല മോനെ, നിനക്കുണ്ടാക്കാനൊക്കെ അറിയോ? പിന്നില്ലേ, ഒറ്റയ്ക്കായിരുന്നല്ലോ ഒരുപാട് കാലം. എല്ലാം ഉണ്ടാക്കി പഠിച്ചു. മമ്മ കണ്ടോ, ഇത്രയും രുചിയുള്ള ഭക്ഷണം ഈ അടുത്ത കാലത്തൊന്നും മമ്മ കഴിച്ചിട്ടില്ല എന്ന് പറയും. അതുറപ്പാ. മമ്മ ഇങ്ങോട്ട് മാറിക്കേ. കോടതിന്ന് ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ പാർവതി? കിട്ടും അമ്മേ, ഉറപ്പായും കിട്ടും. പോലീസിന്റെ കള്ളത്തരങ്ങളൊക്കെ കോടതിക്ക് മനസ്സിലാവും. ജാമ്യം കിട്ടി പുറത്തു വന്നാ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ അമ്മയ്ക്ക്? മുടങ്ങിപ്പോയ കല്യാണം ഞാനങ്ങ് നടത്തും. ആരെതിർത്താലും ശരി, ഞാനത് നടത്തിയിരിക്കും. എന്നെ ഉദ്ദേശിച്ചാണ് അമ്മ പറഞ്ഞേ? നിന്നെ തന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. നീ എന്താ കരുതിയേ? കല്യാണം നടത്താൻ ഞാൻ വിചാരിച്ചാ പറ്റില്ലേ? പറ്റില്ല അമ്മ. അമ്മയെന്നല്ല, ആര് വിചാരിച്ചാലും ഈ കല്യാണം നടത്താൻ പറ്റില്ല. പറ്റും, നിത്യ വിചാരിക്കണം. പക്ഷെ അവളൊട്ട് വിചാരിക്കത്തുമില്ല. അത് നീയാണോടി തീരുമാനിക്കുന്നേ? ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത്. നിത്യക്ക് ബുദ്ധിയും ബോധവും ഉണ്ട്. അതുകൊണ്ട് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവും ഉണ്ട്. നീ പറയുന്നത് ശരിയല്ല ദേവികെ. സുധിയുടെ അനിയത്തിയല്ലേ അവള്? അവളുടെ കല്യാണം നടക്കുന്നത് തന്നെയല്ലേ നല്ലത്? കല്യാണം നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മുത്തശ്ശി.
അവനുമായിട്ട് വേണ്ട, അങ്ങനെയല്ലേ പറഞ്ഞുള്ളൂ. നിത്യക്ക് കൊള്ളാവുന്ന എത്രയോ ചെറുക്കന്മാരെ കിട്ടും. ഞാൻ കൊണ്ടുതരാം മിടുക്കന്മാരായ ചെറുക്കന്മാരെ. നീ കൊണ്ടുവരുന്ന ആലോചനകളൊന്നും അവൾക്ക് വേണ്ടെങ്കിലോ? ഇതിനേക്കാളും ഭേദമായിരിക്കും. നീ കൂടുതലൊന്നും പറയണ്ട. ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഇല്ലെന്ന് ഞാൻ പറയുന്നു അമ്മേ. വാശിയാണോ? എനിക്ക് വാശിയൊന്നുമില്ല. പക്ഷെ ആ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് നോക്കാം ആര് പറയുന്നതാ നടക്കാൻ പോകുന്നേന്ന്. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തും. എങ്കിൽ ഞാൻ അമ്മയ്ക്കൊരു ഷേക്ക് ഹാൻഡ് തരും, മുത്തശ്ശിക്കും.